ഹലോ മക്കളെ, ഓണം എക്സാം അടുത്ത് തുടങ്ങിയില്ലേ? അപ്പോൾ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്ന് നമുക്കറിയണമല്ലേ? അതാണ് മിസ് ദേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓണം എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഓഗസ്റ്റ് 17 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 17 മുതൽ 24 വരെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്തായിരിക്കും നമുക്ക് നമ്മുടെ ഓണം എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം ആണല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും എവിടം വരെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് ദേ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് മലയാളത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ കേസിൽ അടിസ്ഥാന പാഠാവലിയിൽ ജീവൽ സ്പന്ദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്നും കൊച്ചനുജനും അശ്വതിയും അതേപോലെ തന്നെ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കുറവാണ്. അതിന് മുന്നുള്ള ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പക്ഷെ എന്നാൽ എന്നിരുന്നാലും നമ്മൾ പഠിക്കുമ്പോൾ അത് മൊത്തത്തിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അഥവാ എങ്ങാനും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത്രയും പോർഷൻസ് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും, അതൊന്ന് മിസ്സിൻ്റെ അടുത്ത് നിന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചുതരാം. ഈ ഒരു പോർഷനിൽ, ഈ ഒരു മലയാളത്തിൻ്റെ പോർഷനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അത് മിസ് പറഞ്ഞു തരുന്നത് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇത് കേരള പാഠാവലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള പാഠാവലിയിൽ ഓർമ്മയുടെ ജാലകം എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് അത് മൊത്തത്തിൽ തന്നെയുണ്ട്. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ സ്വപ്നങ്ങൾ വാക്കുകൾ എന്ന് പറയുന്ന ആ യൂണിറ്റാണ്. അതിൽ അടയ്ക്ക പെറുക്കുന്നവരും വീണപ്പൂവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ വീണപ്പൂവ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ അടയ്ക്ക പെറുക്കുന്നവർ വരെ എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ കേസ് കറക്റ്റ് ആയല്ലോ. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ നോക്കുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ യൂണിറ്റ് 1ഉം 2ഉം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ യൂണിറ്റ് 2ൽ നമ്മൾ ടെയിൽസ് ആൻഡ് ട്യൂൺസ് നന്നായിട്ട് പഠിക്കണം. ആ ചാപ്റ്റർ മൊത്തത്തിൽ നന്നായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതുവരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 2 വരെയാണ് നമുക്ക് ഇംഗ്ലീഷിന് എക്സാംസിന് ഉണ്ടാവുക, നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടാവുക. then അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദിയിൽ ഇതേപോലെ തന്നെ അൻമോൾ ഖസാന, മിസ് അത് അഥവാ തെറ്റി പ്രൊനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, മിസ്സിന് ഹിന്ദി വലിയ കാര്യത്തിൽ അറിയാൻ പാടില്ല. ഓക്കെ, അൻമോൾ ഖസാന എന്ന് പറയുന്ന ആ ഒരു പോർഷൻ വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ളത്, ഈ ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അൻമോൾ ഖസാന എന്ന് പറയുന്ന ആ ചാപ്റ്റർ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. then അതിനുശേഷം നിങ്ങൾ നമ്മുടെ ബേസിക് സയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ബേസിക് സയൻസിൽ നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണല്ലോ, ഏതാണ്? മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം അല്ലെ, റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ ഉണ്ട്. അതേപോലെ തന്നെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ഉണ്ട്. then ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയാണ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് വരെയാണ് നമ്മുടെ ബേസിക് സയൻസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. then അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് പരിവർത്തന പാതയിൽ, ഓക്കെ, നമ്മുടെ യൂറോപ്പിൻ്റെ ആ ഒരു ട്രാൻസിഷൻ അത് ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രം ട്രേഡ് ടു പവർ ഉണ്ട്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദെൻ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ അല്ലേ, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇവിടം വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നന്നായിട്ട് ഈ റെസിസ്റ്റൻസ് ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരെയെങ്കിലും എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും വരെ എന്തായാലും നിങ്ങൾക്ക് അത്രയുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, then അത് കഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ സയൻസ് കഴിഞ്ഞ് ഇനി നമ്മൾ ലാസ്റ്റത്തെ ആരാണ് നോക്കുന്നത്? നമ്മുടെ മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സിൽ ഫസ്റ്റ് നമ്മുടെ ആഡിയം ആംഗിൾസ്, പാരലൽ ലൈൻസ്, അൺചേഞ്ചിങ് റിലേഷൻസ് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് നമ്മുടെ മാത്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ നിങ്ങളിങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ കുറേ പേരൊക്കെ മിസ്സിനെ അറിയാം, കുറേ പേരൊന്നും മര്യാദയ്ക്ക് പഠിച്ച് തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിപ്പോൾ മിസ് ചാപ്റ്റേഴ്സ് പറഞ്ഞു തന്നു എന്നുള്ളൂ, ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ മിസ്സിന് അറിയാം. നല്ല മാർക്ക് തന്നെ വാങ്ങണം, നമുക്ക് സ്കൂളിലൊക്കെ സ്റ്റാർ ആവേണ്ടതാണല്ലേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ PTA മീറ്റിങ്ങിനൊക്കെ നമ്മുടെ പാരൻസൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ പ്രൗഡാക്കി നിർത്തേണ്ട ആൾക്കാരാണ് നമ്മൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനമ്മയ്ക്കും ഒരു സന്തോഷം കിട്ടുക എപ്പോഴാണ്? നമ്മൾ നല്ല മാർക്ക് വാങ്ങുമ്പോഴാണ് അല്ലേ. അല്ലാണ്ട് നമ്മൾ ഇപ്പം തന്നെ കുറേ പൈസയൊക്കെ ഉണ്ടാക്കണം അതൊന്നല്ല നമുക്ക്
വേണ്ടത് അല്ലേ? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നല്ലോണം പഠിക്കുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ പഠിക്കേണ്ട പ്രായത്തിൽ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ചാപ്റ്റേഴ്സ് എല്ലാതും നമ്മുടെ എക്സാം വിന്നർ ഫാമിലി നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ ടീച്ചേഴ്സ് ഇപ്പോൾ ബേസിക് സയൻസ് ആണെങ്കിൽ മിസ്സും അതേപോലെ നമ്മുടെ ശ്രുതി മിസ്സും നമ്മുടെ അനുശ്രീ മിസ്സും അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മുടെ ഫുൾ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മാത്സിനാണെങ്കിൽ നമ്മുടെ ആര്യ മിസ്സും നമ്മുടെ കാർത്തിക മിസ്സും അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാ സാറുമാരും എല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോ. ഓണം എക്സാമിന് മുന്നേ നമ്മൾ ഇതെല്ലാതും തകർത്ത് പഠിച്ചിരിക്കും. അതിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളത് ഫുള്ളായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് തീർത്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ റിവിഷനും അതേപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പക്ക ക്ലാസ്സസ് ഒക്കെ കിട്ടണം. ഒരു ഫുൾ സപ്പോർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് പഠിപ്പിക്കണം മിസ്സേ. അല്ലാതെ ഞാൻ പഠിക്കില്ല, എനിക്ക് ഫുൾ സപ്പോർട്ട് കിട്ടിയാലാണ് പഠിക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉള്ള നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് എല്ലാവരും ഉള്ള നമ്മുടെ എക്സാം വിന്നർ ബാച്ചസ് ഉണ്ട്. അപ്പോൾ എക്സാം വിന്നർ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ് സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി ബാച്ച് നിങ്ങൾക്കായിട്ടുള്ള ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും എല്ലാതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നോ. നമ്മൾ അടിപൊളിയായിട്ട് തകർത്ത് മാർക്ക് വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും കാത്തിരുന്ന ഒരു ടൈമാണല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെയാണ് മിസ്സേ ഞങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് മിസ്സിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.